ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്ത അല്ലെങ്കിൽ വിശദാംശങ്ങൾ ഇപ്പോൾ ലഭ്യമായിരിക്കുന്നു. അതായത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ മുൻകൂർ ജാമ്യ ഹർജി തള്ളിക്കൊണ്ടുള്ള ഉത്തരവിന്റെ വിശദാംശങ്ങളാണ് ലഭ്യമായിരിക്കുന്നത്. എന്തൊക്കെ കാര്യങ്ങളാണ് അതിൽ പ്രധാനമായും പറയുന്നത്? സിജോ വി ജോൺ ചേരുന്നുണ്ട്. സിജോ, രാഹുൽ മാങ്കൂട്ടത്തിന്റെ മുൻകൂർ ജാമ്യ ഹർജി തള്ളിക്കൊണ്ട് കോടതി പറഞ്ഞതിന്റെ വിശദാംശങ്ങൾ ലഭ്യമായിട്ടുണ്ടല്ലോ. എന്തൊക്കെയാണ് അതിന്റെ വിശദാംശങ്ങൾ? ഗുരുതരമായ പരാമർശങ്ങളാണ് ഈ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിക്കൊണ്ടുള്ള ഓർഡറിലുള്ളത്. ഗർഭചിത്രം നടത്തിയതിനും അതോടൊപ്പം തന്നെ യുവതിയെ അതിന് പ്രേരിപ്പിക്കുന്ന തരത്തിലുള്ള ഇടപെടൽ നടത്തിയതിനും രാഹുലിന്റെ ഭാഗത്തുനിന്ന് തെളിവുകളുണ്ട്, അല്ലെങ്കിൽ പ്രോസിക്യൂഷൻ നൽകിയിരിക്കുന്ന തെളിവ് അത് സാധൂകരിക്കുന്ന തരത്തിലുള്ളതാണ് എന്നുള്ളതാണ് ഈ ജാമ്യോത്തരവിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. ഈ സാഹചര്യത്തിൽ മുൻകൂർ ജാമ്യാപേക്ഷ രാഹുൽ മാങ്കൂട്ടത്തിന് നൽകാനാവില്ല. അത് കേസിനെ സ്വാധീനിക്കാനൊക്കെയുള്ള സാഹചര്യങ്ങൾ നിലനിൽക്കുകയും ചെയ്യുന്നുണ്ട്. സമൂഹത്തിൽ പ്രധാനപ്പെട്ട ഒരു MLA കൂടി ആയിട്ടുള്ള ആള് ഇത്തരത്തിൽ ഈ അന്വേഷണത്തെ സ്വാധീനിക്കാൻ സാധ്യതയുണ്ടെന്നുള്ള പ്രോസിക്യൂഷന്റെ കാര്യങ്ങൾ കൂടി, പ്രോസിക്യൂഷന്റെ വാദം കൂടി അംഗീകരിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഈ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയിരിക്കുന്നതെന്നുള്ളതാണ് ഈ ഓർഡറിൽ നിന്ന് വ്യക്തമാകുകയും ചെയ്യുന്നത്. എന്തായാലും രാഹുലിനെതിരെ ഈ യുവതി ഉന്നയിച്ച ആരോപണങ്ങളിൽ പ്രഥമ ദൃഷ്ടിയ തന്നെ കഴമ്പുണ്ട് എന്ന് വ്യക്തമാകുന്നതാണ് ഈ കോടതിയിലെ ഓർഡറിൽ വ്യക്തമാക്കുന്നത്. യെസ്, രാഹുലിന്റെ മുൻകൂർ ജാമ്യം തടഞ്ഞുള്ള ഉത്തരവിന്റെ പകർപ്പാണ് മീഡിയ വൺ ലഭിച്ചിരിക്കുന്നത്. രാഹുൽ സാക്ഷികളെ സ്വാധീനിക്കാനും തെളിവ് നശിപ്പിക്കാനും ഇടയുണ്ട്. കുറ്റക്കാരനെന്ന പ്രോസിക്യൂഷൻ തെളിവുകളിൽ നിന്ന് വ്യക്തമാണ് എന്നും കോടതി പറയുന്നുണ്ട്. സിജോ, കുറെ പേജുകളുള്ള ഒരു ഉത്തരവാണ് ഇതെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അതിൽ മറ്റു കാര്യങ്ങൾ എന്തൊക്കെയാണ് പറയുന്നത്? പ്രത്യേകിച്ചും രാഹുൽ ഒരു രാഷ്ട്രീയ സ്വാധീനമുള്ള വ്യക്തിയാണ്, MLA ആണ്, അതോടൊപ്പം തന്നെ അദ്ദേഹം ഒളിവിലുമാണ്. ഈ ഒരു സാഹചര്യത്തിൽ അദ്ദേഹം തെളിവുകൾ നശിപ്പിക്കാനുള്ള സാധ്യതയുണ്ട് എന്നൊക്കെയാണോ കോടതി കണ്ടെത്തിയിരിക്കുന്നത്? പ്രോസിക്യൂഷൻ കോടതിയിൽ വ്യക്തമാക്കിയിരുന്ന പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ യുവതിയെ ഗർഭചിത്രത്തിന് നിർബന്ധിച്ചു എന്നുള്ളതാണ്. അത് സാധൂകരിക്കുന്ന തരത്തിലുള്ള ഓഡിയോ സന്ദേശങ്ങൾ അന്വേഷണ സംഘം നേരത്തെ കൈമാറുകയും ചെയ്തിരുന്നു. അതാണ് പ്രോസിക്യൂഷൻ പ്രധാനപ്പെട്ട തെളിവായി സൂചിപ്പിച്ചിരുന്നത്. അതോടൊപ്പം തന്നെ നിർബന്ധപൂർവ്വം ഈ പെൺകുട്ടിയെ പാലക്കാട്ടേക്കും അതോടൊപ്പം തന്നെ തിരുവനന്തപുരത്തെ ഫ്ളാറ്റിലേക്കും കൊണ്ടുപോയി പീഡിപ്പിച്ചു എന്നാണ് പറയുകയും ചെയ്തിരുന്നത്. അക്കാര്യങ്ങളെല്ലാം ശരിവെക്കുന്ന തരത്തിലുള്ള അല്ലെങ്കിൽ അത് സാധൂകരിക്കുന്ന തെളിവുകൾ പ്രോസിക്യൂഷൻ സമർപ്പിച്ചു. അപ്പോൾ ആ തെളിവുകൾ ഇയാളുടെ കുറ്റകൃത്യത്തിന്റെ പങ്ക് തെളിയിക്കുന്നതാണെന്നുള്ള വിലയിരുത്തിക്കൊണ്ടാണ് ഇപ്പോൾ ജാമ്യം തള്ളിയിരിക്കുന്നത്. അത്തരം കാര്യങ്ങളാണ് നമുക്ക് ഈ ഓർഡറിന്റെ കൂടുതൽ വിശദാംശങ്ങൾ ലഭിക്കുന്നുള്ളൂ. 21 പേജ് ഉള്ള ഓർഡറാണ്. അതുകൊണ്ട് പൂർണ്ണമായും വായിച്ചാൽ മാത്രമാണ് മറ്റു കാര്യങ്ങൾ എന്തൊക്കെയാണ് ഇത് സൂചിപ്പിച്ചിരിക്കുന്നത് എന്ന് വ്യക്തമാകുകയുള്ളൂ. എന്തായാലും പ്രോസിക്യൂഷൻ ഉന്നയിച്ചിരിക്കുന്ന ഇത്തരം ആരോപണങ്ങളും അല്ലെങ്കിൽ വാദങ്ങളും ശരിവെക്കുന്ന തരത്തിൽ തന്നെയാണ് ഈ ഓർഡർ പുറത്തു വന്നിരിക്കുന്നത്. സ്വാഭാവികമായും വലിയ തിരിച്ചടിയാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരിക്കുന്നത്. ഇനി ഈ ഓർഡർ പരിശോധിച്ചതിന് ശേഷമായിരിക്കും ഹൈക്കോടതിയെ സമീപിക്കുന്ന കാര്യത്തിൽ രാഹുൽ അന്തിമ തീരുമാനം എടുക്കുകയും ചെയ്യുക. രാഹുൽ കീഴടങ്ങണമോ അതോ ഹൈക്കോടതിയിൽ അപ്പീലുമായി പോകണോ എന്ന കാര്യത്തിലും ഈ ഓർഡറിലെ പ്രധാനപ്പെട്ട ചില കണ്ടെത്തലുകൾ അല്ലെങ്കിൽ കോടതിയുടെ വിലയിരുത്തലുകൾ ഒക്കെ നിർണായകമാകുകയും ചെയ്യും.